എക്സിറ്റ് ലൂപ്പ് സീരീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നോക്കാറുള്ള ഒരു കാര്യമാണ്, അതായത് എങ്ങനെ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വലിയ ടാർഗറ്റ് എടുക്കാം എന്നുള്ളത് അല്ലെ. അപ്പോൾ അത് കാരണം നമ്മൾ പരമാവധി ട്രേഡ് എടുക്കുന്ന സമയത്ത് ട്രേഡ് എടുത്ത് ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാൻ നോക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എപ്പോഴും സംഭവിക്കുക, നമ്മൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഹിറ്റ് ചെയ്യും, അതിനുശേഷം നമ്മൾ വിചാരിക്കുന്ന സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നുള്ളതാണ്. ഇത് തന്നെയായിരുന്നു എനിക്കും തുടക്ക സമയത്ത് ട്രേഡിങ്ങിന്റെ ആദ്യ കാലങ്ങളിൽ എനിക്കും സെയിം പരിപാടി നടന്നിരുന്നു. അതായത് നമുക്ക് ആക്യുറേറ്റ്ലി ട്രേഡിങ്ങിന്റെ ആ ഒരു മൂവ് ഒക്കെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറെ ആലോചിച്ചു, അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും, അതേപോലെ തന്നെ പ്രോഫിറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാതെ നമ്മൾ വിചാരിച്ച പോലെ എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന കുറെ ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് നമുക്കറിയാം, നമ്മൾ നോർമലി ട്രേഡ് എടുക്കുന്ന സമയത്ത് ഒരു 1000 രൂപ സ്റ്റോപ്പ് ലോസ് കളയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് കണ്ടാൽ മതിയെ, ഒരു 1000 രൂപ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കളയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ്. അപ്പൊ നോർമലി ആൾക്കാർ എന്താ ചെയ്യുക, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ക്യാൻഡിലിന്റെ തൊട്ട് താഴെ പോയി സ്റ്റോപ്പ് ലോസ് വെക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നോക്കി, മിക്കവാറും ആ എടുക്കുന്ന ക്യാൻഡിലിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് നമുക്ക് എന്താ ചെറിയ പോയിന്റ് അല്ലേ ഉള്ളൂ, അത് കാരണം കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ള നമുക്ക് വിചാരിക്കുന്നത്. പക്ഷെ നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ ട്രെൻഡുകളും സ്ട്രക്ചർ ഫോർമേഷൻ ഉണ്ടെന്നുള്ളത്. അതായത് ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഈ ഫോർമേഷനിലാണ് പോവുക. ഇൻ ഡൗൺ ട്രെൻഡ് ആണെങ്കിലോ എങ്ങനെ വരും, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് പോകുന്നത് നമുക്കറിയാം. അപ്പൊ ഞാൻ നോക്കുവാണ്, ഒരു എനിക്ക് അപ് സൈഡിലേക്ക് ട്രേഡ് എടുക്കണം. അപ്പൊ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഔട്ട് എൻട്രിയോ അല്ലെങ്കിൽ റീടെസ്റ്റോ എന്താണെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കുവാണ്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം അല്ലെ. ഒന്നെങ്കിൽ ആ ട്രേഡ് എടുക്കുന്നതിന്റെ 5 മിനിറ്റിന്റെ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇനി അല്ലെങ്കിലോ ഞാൻ നോക്കുന്ന സമയത്ത് എന്താണ് സ്റ്റോപ്പ് ലോസ്, അതായത് നമ്മുടെ അനാലിസിസ് എപ്പോഴാണ് തെറ്റ് വരണത്, അതായത് നമ്മൾ എടുക്കുന്ന അനാലിസിസ് തെറ്റാണെന്ന് എപ്പോ തിരിച്ചറിയുന്നു ആ സമയത്ത് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. ഇതാണ് ലോജിക്ക് അല്ലെ. അല്ലാതെ ഇത്ര നഷ്ടം വന്നാൽ എക്സിറ്റ് ആവുക അതല്ല കണക്ക്. നമ്മളുടെ അനാലിസിസ് എപ്പോ തെറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം, അപ് ട്രെൻഡ് സ്ട്രക്ചറിൽ എന്താണ്ടാവുക, ഹയർ ലോസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും, മേലേക്കായിരിക്കും ലോ പോയിന്റുകൾ കയറി പോണത്. അപ്പൊ നമുക്ക് എന്തറിയാം, ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്തുണ്ടാവും, ഹയർ ലോന്റെ താഴേക്ക് ആ പ്രൈസ് പോവില്ല. ശരിയാണല്ലോ. ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ലോന്റെ താഴേക്ക് പോവില്ല നമുക്കറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചു, ഓക്കെ ഹയർ ലോന്റെ താഴേക്ക് പോവില്ല, അപ്പൊ താഴേക്ക് പോയാലാണ് എന്റെ ഡിസിഷൻ തെറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ നോക്കി, അതായത് ഹയർ ലോന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. അതായത് സ്വിങ്ങിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പരിപാടി ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പോ ഞാൻ സ്വിങ്ങിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു, അടിപൊളി ഗംഭീരം, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണില്ല, നമ്മളെ ടാർഗറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്, അവിടെ ഭയങ്കര വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. അത് നോർമലി ക്യാൻഡിൽ താഴെ വയ്ക്കുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് മതി, സ്വിങ്ങിന്റെ താഴെ വെക്കുന്ന സമയത്ത് വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അപ്പൊ അത് സോൾവ് ചെയ്യണമല്ലോ, അപ്പൊ അടുത്ത പ്രോബ്ലം ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി എങ്ങനെ ഇത് സോൾവ് ചെയ്യാം, ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വലിയ റിസ്ക് ഇല്ലാണ്ട് ഒഴിവായി പോരാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോകുന്ന പ്രോബ്ലം ഒഴിവായി, പക്ഷെ പുതിയ പ്രോബ്ലം വന്നു, വലിയ സ്റ്റോപ്പ് ലോസ് ആണെന്നുള്ളത്. അപ്പൊ അത് ലോസ് എങ്ങനെ കട്ട് ഔട്ട് ചെയ്യാം എന്നതായി ഞാൻ ചിന്ത. അപ്പൊ ഞാൻ ആലോചിച്ചു, എനിക്കൊരു 1000 രൂപയാണ് ലോസ് വരണത്. ഇപ്പൊ 1000 രൂപേനെ എങ്ങനെ ചെറുതാക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1000 രൂപയുടെ ലോസ് എങ്ങനെ ചെറുതാക്കാം. അപ്പൊ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്, അതായത് ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വരേനെ തൊടാതെ എങ്ങനെ ആ വരേനെ ചെറുതാക്കാം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്, ഒരു വരേനെ അത് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ വരയും തൊടാതെ അത് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി. ശരിയാണല്ലോ. അപ്പൊ ഞാൻ ആ ഒരു കാര്യത്തിന് ഒരു ലോജിക്ക് എടുത്തു. അതായത് ഈ 1000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണ്ടി വരും, ആ 1000 എന്നുള്ളത് നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ 1000 എന്ന് പറഞ്ഞ സംഖ്യ നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ചെറുതായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ നോക്കി, ഈ 1000 എത്ര ക്യാപിറ്റലിന്റെ 1% 1000, ഞാൻ നോക്കിയപ്പോ 1,00,000ത്തിന്റെ 1% 1000. അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി, 1,00,000 എന്റെ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ, അത് ചെറിയ എമൗണ്ട് ആണ്. ഇനി എനിക്ക് എന്ത് വേണം, ഇനി ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഒരു ട്രേഡ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ, ക്യാൻഡിലിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട. കാരണം എന്താ, ലോജിക്കലി സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ അല്ല. കാരണം നമ്മൾ ഡിസിഷൻ അവിടെ തെറ്റുന്നില്ല, നമ്മുടെ അനാലിസിസ് തെറ്റുന്നില്ല. ക്യാൻഡിൽ താഴെ വരുമ്പോഴാണ് എപ്പോഴാണ് അനാലിസിസ് തെറ്റുന്നത്, ആ സ്വിങ്ങിന്റെ താഴെ വന്ന് അപ് ട്രെൻഡ് അല്ലാതാവുമ്പോഴേ നമ്മുടെ അനാലിസിസ് നമ്മൾ തെറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ നോക്കി, നമുക്ക് ആ സ്വിങ്ങിന്റെ പോയിന്റ് ഒരു 10 പോയിന്റ് ആണെന്ന് വിചാരിക്കാം.
നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, 10 പോയിന്റ്. നമ്മൾ നോർമലി വെക്കാറുള്ളത് 2-3 പോയിന്റ് ആയിരിക്കും. അതിന് 10 പോയിന്റാണ് സ്വിങ്ങിന്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണം? 1000 രൂപ നഷ്ടപ്പെടാനും പാടുള്ളൂ. ഞാൻ ക്യാപിറ്റല് 1,00,000 കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താ, 1000 എന്ന് പറഞ്ഞാൽ 1,00,000ത്തിന്റെ 1% ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് നോക്കി, ആ 10 പോയിന്റില് എങ്ങനെ എനിക്ക് 1000 ഉൾക്കൊള്ളിക്കാൻ പറ്റും. ആ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1000 മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം? പൊസിഷൻ സൈസിങ്. അവിടെയാണ് പൊസിഷൻ സൈസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിക്കണം? 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 1,00,000 ക്യാപിറ്റല്, നമുക്ക് എത്ര ക്വാണ്ടിറ്റി അവിടെ ട്രേഡ് പ്ലേസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഫോർമുല എന്താ? റിസ്ക് എമൗണ്ട്. റിസ്ക് എമൗണ്ട് എത്രയാണ് ഇവിടെ? 1000 ഡിവൈഡ് ചെയ്യുക. എത്രയും ഡിവൈഡ് ചെയ്യുക? 10 ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 100 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100 ക്വാണ്ടിറ്റി നമുക്ക് അവിടെ എൻറ്റർ ചെയ്യാം. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ വിചാരിക്കുക 1000 രൂപയാണ് ആ സ്റ്റോക്കിന്റെ വില എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? 1000 × 100, 1,00,000 ക്യാപിറ്റൽ. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലേക്ക് ഞാൻ ട്രേഡിങ്ങിന്റെ ആ ഒരു മെത്തഡോളജി അപ്ലൈ ചെയ്തപ്പോ എനിക്ക് എന്ത് പറ്റി? സ്റ്റോപ്പ് ലോസ് അടിക്കണ എണ്ണം കുറഞ്ഞു. സ്റ്റോപ്പ് ലോസ് എടുക്കുന്നതിന്റെ എണ്ണം കുറഞ്ഞു. എനിക്ക് എടുക്കുന്ന ട്രേഡുകളുടെ പ്രോബബിലിറ്റി കൂടി. ഇവിടെ വേറൊരു പ്രശ്നം വരും. അതായത് ചെറിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന സമയത്ത് നല്ല ഹെവി റിസ്ക് ആയിരിക്കും, നല്ല റിസ്ക് റിവാർഡ് കിട്ടും. അതായത് ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ ഒരു 7 ട്രേഡ് ലോസ് അടിച്ചാലും ചിലപ്പോൾ 2-3 നല്ല റിസ്ക് റിവാർഡ് തരും. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്, റിസ്ക് ഉണ്ടാവില്ല. അതായത് ലോസ് അടിക്കുന്ന സിറ്റുവേഷൻസ് വളരെ കുറവായിരിക്കും, പക്ഷേ റിസ്ക് റിവാർഡ് ഉണ്ടല്ലോ അത് പറയും. അത് 1:5, 1:6 ആ പറഞ്ഞ പരിപാടി ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു 1:1.5 1:1 ആ റിസ്ക് റിവാർഡ് ആയിരിക്കും കിട്ടാൻ സാധ്യത. പക്ഷേ ഇടയ്ക്കാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നിങ്ങൾ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യുന്ന പരിപാടി ഈ പറഞ്ഞ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് എന്റെ ട്രേഡിങ്ങിൽ എനിക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു എഡ്ജ് കണ്ടുപിടിക്കാനായി അല്ലെങ്കിൽ കിട്ടാനായിട്ടുള്ള മെയിൻ റീസൺ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കഥകൾ താഴെ കമന്റ്സിൽ നോട്ട് ചെയ്യുക. ഈ വീഡിയോ കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.